അടിസ്ഥാനപരമായി CPM ഒരു സ്ത്രീ വിരുദ്ധ പാർട്ടിയാണ്, ഒരു ദളിത് വിരുദ്ധ പട്ടികജാതിക്കാർക്ക് എതിരായിട്ടുള്ള ഒരു പാർട്ടിയാണ്. അത്തരം ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്ന സമീപനമില്ല, അവരുടെ പോളിറ്റ് ബ്യൂറോയിലുമില്ല, സംസ്ഥാന സെക്രട്ടേറിയറ്റിലുമില്ല. നിങ്ങൾ മാധ്യമങ്ങളെല്ലാവരും CPMൻ്റെ സംസ്ഥാന സമ്മേളനത്തെക്കുറിച്ചും പാർട്ടി പുനഃസംഘടനയെക്കുറിച്ചും ധാരാളം പുകഴ്ത്തി പറയുന്നത് കേട്ടു. പക്ഷെ അവിടെ യഥാർത്ഥത്തിൽ നടന്നിരിക്കുന്നത് എന്താണ്? CPMലെ പാർട്ടി ഘടകം എന്ന് പറയുന്നത് പിണറായി വിജയനെയും മുഹമ്മദ് റിയാസിനെയും പുകഴ്ത്തുന്നവരുടെ ഒരു ഉപജാപക സംഘമാണ്. അതായത് പിണറായി വിജയനും മുഹമ്മദ് റിയാസിനും സ്തുതി പാടുന്നവരെ മാത്രമാണ് പാർട്ടിയുടെ എല്ലാ ഘടകങ്ങളിലും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 17 അംഗ സെക്രട്ടേറിയറ്റിൽ ഒരു വനിതയാണുള്ളത്. കേരളത്തിൽ പുരുഷന്മാരെക്കാൾ കൂടുതൽ വോട്ടർമാർ സ്ത്രീകളാണ്. ഒരു വനിതയാണ് CPMൻ്റെ സെക്രട്ടേറിയറ്റിലുള്ളത്, ഒരൊറ്റ പട്ടികജാതിക്കാരനില്ല. ഇതൊന്നും മാധ്യമങ്ങൾ കാണുന്നേയില്ല. CPM വലിയ എന്തോ വിപ്ലവകരമായ തീരുമാനമെടുത്തു എന്നൊക്കെയാണ് മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത്. എഡിറ്റോറിയലുകൾ പോലും എഴുതുകയാണ്. ഇന്ന് വലിയൊരു പത്രം എഡിറ്റോറിയൽ എഴുതിയിരിക്കുന്നു. അവിടെ എന്ത് പ്രകടമായിട്ടുള്ള മാറ്റമാണ് ഉണ്ടായിരിക്കുന്നത്? ഈ നാട്ടിലെ അടിസ്ഥാന ജനവിഭാഗങ്ങൾ പട്ടികജാതി പട്ടികവർഗം 10% ഉണ്ട്. അവരുടെ സെക്രട്ടേറിയറ്റിൽ ഒരാളുണ്ടോ? സ്ത്രീകൾ സെക്രട്ടേറിയറ്റിൽ ഒരാളേ ഉള്ളൂ. ഞങ്ങളുടെ പാർട്ടിയിൽ 1/3 ഭാരവാഹികൾ വനിതകളാണ്. അതായത് 30 സംസ്ഥാന ഭാരവാഹികളെ നിശ്ചയിക്കുമ്പോൾ 10 പേര് ഞങ്ങളത് വനിതകളാണ് കഴിഞ്ഞ 10 വർഷമായിട്ട്. അതുകൊണ്ട് CPM ഇപ്പോഴും പുരോഗമനപരമായ ഒരു നിലപാടും സ്വീകരിച്ചിട്ടില്ല. പത്മകുമാറിൻ്റെയും അതുപോലെ P ജയരാജൻ്റെയും സുകന്യയുടെയും ഒന്നും വ്യക്തിപരമായിട്ടുള്ള വിമർശനങ്ങളെ ഞങ്ങൾ അതിനെ കണക്കാക്കുന്നില്ല, കാരണം അത് അവരുടെ ആഭ്യന്തര കാര്യമാണ്. പക്ഷേ അടിസ്ഥാനപരമായ ഇത്തരം വിമർശനങ്ങൾ ആ പാർട്ടിക്കെതിരെ ഉയരുന്നുണ്ട്. അടിസ്ഥാനപരമായി CPM ഒരു സ്ത്രീ വിരുദ്ധ പാർട്ടിയാണ്, ഒരു ദളിത് വിരുദ്ധ പട്ടികജാതിക്കാർക്ക് എതിരായിട്ടുള്ള ഒരു പാർട്ടിയാണ്. അത്തരം ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്ന സമീപനമില്ല, അവരുടെ പോളിറ്റ് ബ്യൂറോയിലുമില്ല, സംസ്ഥാന സെക്രട്ടേറിയറ്റിലുമില്ല.